നമസ്തേ. ടൺ കണക്കിന് സ്വർണമാണ് അമ്പലങ്ങളിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നതെന്നും അത് മനുഷ്യ സേവനത്തിനായി ഉപയോഗിക്കണമെന്നും ഫാദർ പോൾ തേലക്കാട്. FCRA കണക്ക് കൊടുക്കാൻ പേടിച്ച് അച്ഛന് പനി പിടിച്ചെന്ന് തോന്നുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലെ പണം ഉപയോഗിച്ച് ചികിത്സിച്ച് അമ്പലത്തിലെ കട്ടിലിൽ കിടന്ന് പനി മാറ്റാമെന്ന് അച്ഛൻ സ്വപ്നം കാണേണ്ട. ഹിന്ദുവിന്റെ സ്വത്ത് കാര്യം പള്ളിയിൽ അച്ഛൻ നോക്കണ്ട. നോട്ടുകെട്ടുകൾ മെത്തിയായി ഉപയോഗിച്ചത് നിന്നപ്പോൾ തോന്നുന്ന ഓരോ ആഗ്രഹങ്ങൾ. പള്ളി വേറെ, അമ്പലം വേറെ. എന്തായാലും ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിക്കാം ഈ കഥ. ടീച്ചർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാതിരിക്ക് വേണ്ട കാര്യത്തിൽ തലയിട്ടാൽ മതി. പൊന്നിൻ കുരിശും പൊന്നിൻ കൊടിമരങ്ങളും കണക്കറ്റ സ്വത്ത് സഭകൾക്കും പിതാക്കന്മാരാണെന്ന് പറയപ്പെടുന്നവരുടെ കുടുംബങ്ങളിലും കുന്നുകൂടുമ്പോൾ ചൊറിയാത്ത അച്ഛൻ ഇത് കണ്ട് ചൊറിയണ്ട. അതല്ലാതെ തന്നെ കോടിക്കണക്കിന് രൂപ ക്ഷേത്രങ്ങളിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അവ വെറും പ്രാർത്ഥനാലയങ്ങളല്ല. ഇന്ത്യയിൽ നേരിട്ടും അല്ലാതെയും ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് ജീവനോപാധി കൊടുക്കുന്ന തൊഴിൽ ദാതാവ് പള്ളികളല്ല, ക്ഷേത്രങ്ങളാണ്. പള്ളികൾ സൗജന്യത്തിന് കൈനീട്ടുന്ന ഭിക്ഷക്കാരെ സൃഷ്ടിക്കുമ്പോൾ പശുവിനെ നോക്കിയോ, അതിന് പുല്ലരിഞ്ഞോ, പാല് കറന്നോ, ചാണകം വാരിയോ, നെയ്യുണ്ടാക്കിയോ, പൂവ് വിറ്റോ, ഭസ്മം വിറ്റോ, തേങ്ങ വിറ്റോ, മഞ്ഞപ്പൊടി വിറ്റോ, തിരിവിറ്റോ, പഴം വിറ്റോ, ഇല വിറ്റോ, ദർഭപുല്ലും തുളസിയിലയും കൃഷി ചെയ്തോ, ചെണ്ട കൊട്ടിയോ, പാട്ടുപാടിയോ, ഭൂതം കെട്ടിയോ, തിറ കെട്ടിയോ, തെയ്യം കെട്ടിയോ ആയിരങ്ങൾ ക്ഷേത്രങ്ങളോടെ അന്തസ്സോടെ ജീവിക്കുന്നു. ഒരു ഗ്രാമത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടെന്നറിയാമോ? രാഷ്ട്രം സ്വർണശേഖരം സൂക്ഷിക്കുന്നത് താങ്കൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതെടുത്ത് ദാരിദ്ര്യം മാറ്റിയാലോ അച്ചു? ഭക്തൻ ആ സ്വർണം വാങ്ങുമ്പോൾ കൊടുത്ത പണം സമാജത്തിലെത്തി അതിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്നറിയാനുള്ള സാമ്പത്തിക ശാസ്ത്രബോധം പള്ളിക്കും ഇപ്പറഞ്ഞ പള്ളിക്കാരനും ഉണ്ടാകില്ല. സ്വർണമെടുത്ത്, അതായത് വിത്തെടുത്ത് കുത്തി എത്ര തലമുറ ജീവിക്കും അച്ചു? അച്ഛന്റെ അളവുകോല് വെച്ച് അച്ഛൻ എല്ലാറ്റിനെയും അളക്കണ്ട. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഇവിടെയും ഹിന്ദുക്കളിൽ ഉള്ള പോലുള്ള പട്ടിണിക്കോലങ്ങൾ ക്രിസ്ത്യാനികളിലുമുണ്ട്. പാതിരി തലപോയിക്കേണ്ടത് അവർക്ക് വേണ്ടിയാകണം. കൂടുതൽ പറയിപ്പിക്കരുത്. സ്വർണം കണ്ട് കണ്ണു മഞ്ഞളിക്കണ്ട. അത് വിദേശത്തു നിന്ന് കടത്തിക്കൊണ്ടുവന്നതല്ല. ഇങ്ങനെയായിരുന്നു ടീച്ചറുടെ പോസ്റ്റ്. മതസ്ഥാപനങ്ങളുടെ സ്വത്തും സാമൂഹിക പങ്കും ചുറ്റിപ്പറ്റി വീണ്ടും കടുത്ത ചർച്ചയാണ് നടക്കുന്നത്. ക്ഷേത്രങ്ങൾ വെറും പ്രാർത്ഥനാലയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് ജീവനോപാധി നൽകുന്ന വലിയ തൊഴിൽ ശൃംഖലയാണെന്ന ശക്തമായ പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. പള്ളികളുടെ സ്വത്ത് സമ്പത്തും സ്വർണ്ണ കുരിശുകളും ചൂണ്ടിക്കാട്ടി ക്ഷേത്രങ്ങളെ വിമർശിക്കുന്ന സമീപനത്തിനെതിരെയാണ് ഈ മറുപടി. ക്ഷേത്രം എന്നത് ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു ഗ്രാമത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമാണെന്നതാണ് ഉയരുന്ന പ്രധാന വാദം. ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി എത്ര തൊഴിലുകളാണ് ജീവിക്കുന്നത്? പശുവിനെ വളർത്തുന്നവർ, പുല്ലരിയുന്നവർ, പാല് കറക്കുന്നവർ, നെയ്യുണ്ടാക്കുന്നവർ, ചാണകം ശേഖരിക്കുന്നവർ, പൂക്കൃഷിക്കാർ, തേങ്ങ, പഴം, ഇല, തുളസി, ദർഭപുല്ല് എന്നിവ വിൽക്കുന്നവർ, മഞ്ഞൾപ്പൊടി, ഭസ്മം, തിരി, നെയ്യ്, പൂജാ സാധനങ്ങൾ തയ്യാറാക്കുന്നവർ. ഇവിടെ തീരുന്നില്ല. ചെണ്ടമേളം, ഭക്തിഗാനങ്ങൾ, ഭൂതൻകെട്ട്, തിറ, തെയ്യം പോലുള്ള കലാരൂപങ്ങളിലൂടെ ആയിരങ്ങൾ ജീവിതം കണ്ടെത്തുന്നു എന്നതാണ് പ്രതികരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ഗ്രാമത്തിൽ തന്നെ അനേകം ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ചെറുകിട വ്യാപാരികളിൽ നിന്ന് കലാകാരന്മാരിലേക്ക് വലിയൊരു തൊഴിൽ ശൃംഖല നിലനിൽക്കുന്നു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം എടുത്ത് ദാരിദ്ര്യം മാറ്റാമെന്ന അഭിപ്രായങ്ങൾക്കും ഇതോടൊപ്പം ശക്തമായ മറുപടി ഉയരുന്നു. ഭക്തൻ സ്വർണം സമർപ്പിക്കുന്നതിന് മുൻപേ അത് വാങ്ങാൻ ചിലവഴിച്ച പണം സമൂഹത്തിൽ സഞ്ചരിച്ച് സാമ്പത്തിക പ്രവർത്തനം പൂർത്തിയാക്കിയതാണെന്നും അതിനാൽ സ്വർണം കണ്ട് മാത്രം വിലയിരുത്തുന്നത് സാമ്പത്തിക ശാസ്ത്രബോധമില്ലായ്മയാണെന്നും വിമർശനമുയരുന്നു. വിത്തെടുത്ത് കുത്തിയാൽ എത്ര തലമുറ ജീവിക്കുമെന്ന ചോദ്യത്തിലൂടെ സ്വർണശേഖരം നേരിട്ട് ദാരിദ്ര്യ നിവാരണത്തിനുള്ള ലളിത പരിഹാരമല്ലെന്ന നിലപാടും ശക്തമാകുന്നു. മതസ്ഥാപനങ്ങളുടെ സമ്പത്തും സമൂഹത്തിലെ പങ്കും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാകുന്നതിനിടെ ക്ഷേത്രങ്ങൾ വിശ്വാസത്തിന്റെ കേന്ദ്രം മാത്രമല്ല, വലിയൊരു പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന വാദം പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്.